ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരും ഹാപ്പിയായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. നമ്മൾ ഒത്തിരി കാലമായി വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ബിസി ആയിരുന്നു. പിന്നെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ല. അങ്ങനെ അപ്പം ആ പഴയ എന്തൂസിയാസമൊക്കെ കുറഞ്ഞു എന്ന് തോന്നി. എങ്കിലും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇപ്പോൾ അത് പറയാതിരിക്കാനും പറ്റില്ല. എങ്കിലും ഇഷ്ടമാണ് വീഡിയോ ചെയ്യാനായിട്ട്. ഞാൻ സമയം കണ്ടെത്തി തിരിച്ചു വരുന്നതായിരിക്കും. എനിവേ, ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ടീച്ചിങ് കോഴ്സിനെ പറ്റി തന്നെയാണ്. അപ്പം ഇപ്പോൾ കുറേ ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ടീച്ചിങ് കോഴ്സ് എടുത്ത് വന്നിട്ടുണ്ട്. കുറേ ആളുകളെ കാണാറുണ്ട്, നമ്മുടെ എസ്പെഷ്യലി കേരളൈറ്റ്സ്. അപ്പോൾ ഗ്രേറ്റ്ഫുൾ, എന്താ പറയുക, അവരെല്ലാം നാട്ടിൽ ഐ നോ ഹൗ ഹാർഡ് ടു ഫൈൻഡ് എ ജോബ് ആസ് എ ടീച്ചർ ഇൻ കേരള. അപ്പം അവർക്കൊരു ജീവിതമാർഗം ആയി എൻ്റെ വീഡിയോസ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ കുറച്ച് എക്സ്പീരിയൻസസ് ആണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ വീഡിയോ ഇട്ട് തുടങ്ങിയ സമയം 2022 ആണ്. നമ്മളിപ്പോൾ ഉള്ളത് 2025 അപ്പോൾ കുറേ ചേഞ്ചസ് വന്നു. അന്നത്തെ പോലെയല്ല ഇന്ന്. അന്ന് മലയാളീസ് ടീച്ചിങ്ങിലേക്ക് വരുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കോമ്പറ്റീഷൻസ് ഹൈ ആയി. പിന്നെ എനിക്ക് ഇതെല്ലാം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ഇതിലൂടെ ഗോ ത്രൂ ചെയ്ത ആളുകളുടെ എക്സ്പീരിയൻസസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഞാനൊരു ഏജൻസി അല്ല. നിങ്ങൾ കമൻസിലൊക്കെ ചോദിക്കുമ്പോഴും ഐ എം നോട്ട് ആൻ എന്താ പറയുക, ഓതറൈസ്ഡ് പേഴ്സണൊന്നും അല്ല. നിങ്ങളുടെ കമൻസ് എത്രത്തോളം നന്നായിട്ട് ആൻസേഴ്സ് പറയാൻ എനിക്ക് പറ്റുമെന്നറിയത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പലരും കോമൻസ് ഇടുമ്പോൾ, ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുമ്പോഴൊന്നും പറയാൻ പറ്റാത്തത്. അല്ലാതെ കാര്യം ഞാൻ നിങ്ങളെ റൈറ്റ് വേയിലാണോ നയിക്കണേന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുക. ഞാൻ എൻ്റെ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോയ ഈ കോഴ്സ് പഠിക്കാൻ വന്നവർ പറഞ്ഞ എക്സ്പീരിയൻസസ് ആണ് അവർ പറയണത്. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പം അവർ സ്റ്റുഡൻസ് കേരളയിൽ നിന്ന് വന്ന് ഓവർസീസ് ഈ മാസ്റ്റേഴ്സ് ഓഫ് ടീച്ചിങ് പഠിക്കാൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ടീച്ചിങ് കോഴ്സസ് പഠിക്കാൻ വന്നിട്ട് അവർക്ക് അത്ര നല്ല ഹാപ്പി എക്സ്പീരിയൻസസ് അല്ല എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഏജൻസി വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ടീച്ചിങ് കോഴ്സിന് അപ്ലൈ ചെയ്യാൻ ഏജൻസി വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഏജൻസിയോട് അവരുടെ കൂടെ അവർ ത്രൂ മുന്നേ പോയ ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ ഈ സെയിം കോഴ്സ് പഠിക്കാൻ പോയവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾ ഒപ്പിക്കുക. അവരോട് ഫസ്റ്റ് ഹാൻഡ് അവരുടെ എക്സ്പീരിയൻസസ് ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള 100% റിസർച്ച് ചെയ്യണം. ചുമ്മാ റിസർച്ച് അല്ല, നല്ല ഡീപ്പ് റിസർച്ച്. എവിടെയൊക്കെ നിങ്ങൾക്ക് കോണ്ടാക്ട്സ് ഉണ്ടാക്കാൻ പറ്റുമോ, റിസോഴ്സസ് കണ്ടുപിടിക്കാൻ പറ്റുമോ, അതെല്ലാം ചെയ്യണം. പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് വന്ന ആളുകളുമുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുമ്പോൾ പ്ലീസ് യൂസ് യുവർ ഡിലിജൻസ്. അല്ലാണ്ട് കുറേ പേര് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ വരരുത് യൂണിവേഴ്സിറ്റീസിലേക്ക്. ഇവിടുത്തെ ടോപ്പ് ടീച്ചിങ് കോഴ്സിന് പറ്റുന്ന ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഫോർ ഓഫറിങ് ടീച്ചിങ് കോഴ്സസ് ഉള്ളത് നോക്കുക. അത് നോക്കിയിട്ട് തന്നെ വരിക. അല്ലാണ്ട് ഈസി ആയിട്ട് കിട്ടുന്നത് എടുത്ത് വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം യൂണിവേഴ്സിറ്റീസ് നമ്മൾ ഇത്രയും മണി സ്പെൻഡ് ചെയ്ത് നമ്മളിവിടെ വന്നിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. കാരണം ഒരുപാട് പേരെ അവർ എടുക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുവാണ്. എല്ലാം യൂണിവേഴ്സിറ്റിയാണെന്ന് പറയുന്നില്ല, എല്ലാ യൂണിവേഴ്സിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ പറയണില്ല, ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് ഞാൻ പറയണില്ല.
പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റിസർച്ച് ചെയ്യുക. കാരണം അവർ ടീച്ചിങ് കോഴ്സിന് ടീച്ചിങ് പ്ലേസ്മെൻറ്റിന് വിടാനായിട്ട് ഈ സ്കൂൾസ് കണ്ടെത്താൻ സ്ട്രഗിൾ ചെയ്യുന്നു. ബിക്കോസ് ടു മെനി പീപ്പിൾ ഉള്ളതുകൊണ്ട്. അപ്പം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ് അത് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്, ലോക്കൽസ് അല്ല എന്നുള്ളത് ഓർക്കുക. നമ്മളപ്പോൾ ഓർക്കണം, ലോക്കൽസ് നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഡൊമസ്റ്റിക് സ്റ്റുഡൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഫീലുള്ള ഡിസ്പാരിറ്റീസ് എന്തോരം ഉണ്ടെന്നറിയാം. അപ്പോൾ നമ്മൾ ഇത്രയും മണി സ്പെൻഡ് ചെയ്ത്, ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത്, ഇത്രയും വർക്ക് അല്ലേ നമ്മളതിനു വേണ്ടി നടന്നിട്ട് വന്നിട്ട് നമുക്ക് ആ എക്സ്പെക്റ്റേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലെന്ത് കാര്യം? സോ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നല്ല യൂണിവേഴ്സിറ്റീസ് നോക്കി ചൂസ് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ അതുകൊണ്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഓവർസീസിൽ നിന്നുള്ള ഈ കോഴ്സ് പഠിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻസും ഹൈ ആയി. ലാസ്റ്റ് ഇയറിൻ്റെ ഡബിൾ ട്രിപ്പിൾ ആൾക്കാരാണ് ഈ വർഷം. എല്ലാ യൂണിവേഴ്സിറ്റിയിലെയും കാര്യം എനിക്കറിയത്തില്ല, അറിയാവുന്ന യൂണിവേഴ്സിറ്റികളിൽ കുറേ സ്റ്റുഡൻസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് ഓർക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ജാനുവരി ഇനി ജൂലൈ ഇൻടേക്കിലൊക്കെ വരുന്നവർ പഠിച്ചിറങ്ങുമ്പോൾ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് അറിയാനും നമുക്കറിയത്തുമില്ല. എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം, ലാസ്റ്റ് ഇയറിൽ പഠിച്ചിറങ്ങിയ മാസ്റ്റേഴ്സ് ഓഫ് ടീച്ചിങ്ങും അതുപോലെ മറ്റ് ടീച്ചിങ് കോഴ്സ് വാട്ടെവർ ടീച്ചിങ് കോഴ്സ് പഠിച്ചിറങ്ങിയ എനിക്കറിയാവുന്ന ആളുകളൊക്കെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. എനിക്കറിയാവുന്നതെന്ന് ഞാൻ എടുത്തു പറയുന്നു, ഉണ്ടാകാം. അതുകൊണ്ട് അതുകൂടി നിങ്ങൾ ഓർക്കുക. പക്ഷേ മുന്നേ അതിൻ്റെ ഒരു 2 ഇയർ ബിഫോർ ഞാൻ ആ ടൈം പറയുമ്പോൾ ടീച്ചിങ് കോഴ്സ് പഠിച്ചിറങ്ങിയിട്ട് ജോബ് കിട്ടാൻ പഠിച്ചിറങ്ങുന്നതിന് മുന്നേ ജോലി കിട്ടും, അത്രയും സ്ട്രഗിൾ ചെയ്തതായിട്ട് അങ്ങനെ കേട്ടിട്ടില്ല. അപ്പം ഇപ്പോൾ അങ്ങനെയല്ല. പിന്നെ അടുത്തതായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ BEdോ അല്ലെങ്കിൽ MEdോ എടുത്ത് നാട്ടിൽ ഒരു 5 or 6 more than 10 years ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വൈ നോട്ട് നിങ്ങൾക്ക് ഒന്ന് ടീച്ചിങ് രജിസ്ട്രേഷൻ എടുക്കാൻ ട്രൈ ചെയ്തുകൂടെ? ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് രജിസ്ട്രേഷൻ എടുത്ത് വന്നാൽ എനിക്കാരെയും അറിയത്തില്ല, എന്ന് വെച്ച് ആരും വന്നിട്ടില്ല എന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാര്യം നിങ്ങൾ ടീച്ചിങ് കോഴ്സിന് സ്പെൻഡ് ചെയ്യുന്ന മണിയുടെ അത്രയും ഒന്നുമില്ല രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിൽ. അപ്പം അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ഫോർ ഷുവർ. എങ്കിലും കുറച്ച് വെയിറ്റ് ചെയ്താലും നിങ്ങൾക്കൊരു അക്രഡിറ്റഡ് എംപ്ലോയർ വഴി ജോബ് കിട്ടിയിട്ട് വർക്ക് വിസയിൽ വരാൻ പറ്റിയാൽ എത്രയോ നല്ലതാണത്. അപ്പോൾ അതും കൂടി നിങ്ങൾ നോക്കുക. ഇനി അതിൻ്റെ പ്രോസസ്സ് ഞാൻ കുറേ വീഡിയോകളിൽ പറയുന്നുണ്ട്. NSET QA ചെയ്യണം ഫസ്റ്റ്, അത് കഴിഞ്ഞ് ടീച്ചർ രജിസ്ട്രേഷന് ടീച്ചിങ് കൗൺസിൽ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യണം. ഇതെല്ലാം ഓൺലൈനാണ്. ടീച്ചിങ് കൗൺസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ഡിസ്ക്രിഷണറി പാത്വേ വഴിയാണ് ഇപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ തരുന്നുള്ളൂ. ഇന്ത്യൻ BEd വഴി ഇവിടെ വന്നിട്ട് വേറെ കോഴ്സ് പഠിച്ചിട്ട് ഡിസ്ക്രിഷണറി പാത്വേയിൽ രജിസ്ട്രേഷൻ കിട്ടിയവരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസ് നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ടീച്ചിങ് കൗൺസിലിന് ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലാരിഫൈ ചെയ്ത് തരും. അപ്പം ആ വഴി ഒന്ന് ശ്രമിക്കുക. എന്തായാലും ടീച്ചിങ് കോഴ്സ് പഠിക്കാൻ ആണ് നിങ്ങളുടെ തീരുമാനം, ന്യൂസിലൻഡിൽ ടീച്ചിങ് തന്നെ ചെയ്യണമെന്നൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? നമ്മൾ ഇത്രയും പൈസ നമ്മൾ അതിനായിട്ട് കൊടുക്കേണ്ടതില്ലല്ലോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇപ്പോഴത്തെ സെനാരിയോ ഇങ്ങനെയാണ്, കോമ്പറ്റീഷൻസ് ഹൈ നൗ. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. നന്നായിട്ട് അതിനെപ്പറ്റി എല്ലാ ഭാഗത്തുനിന്നും നിങ്ങളുടെ 100% കൊടുക്കുക. നമ്മളുടെ മണി നമ്മളുടെ മണിക്ക് അതിൻ്റെ വാല്യൂ ഉണ്ട്, അതിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മൾ ടൈം അതിനായിട്ട് ഈ ഒരു കാര്യത്തിന് നമ്മൾ ഒരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷനാണ് നമ്മളൊരു എടുക്കണതെന്ന് ഓർക്കുക. അപ്പോൾ അതിൻ്റെ റിസ്ക് നമ്മൾക്കാണ്. അപ്പോൾ പ്ലീസ് ബി കോൺഷ്യസ് ആൻഡ് അവെയർ അബൌട്ട് ദ ഡിസിഷൻ ദാറ്റ് യു ഗോണ ടേക്ക്. അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പം വിചാരിക്കുന്നു ഇതൊരു ഹെൽപ്ഫുള്ളായി കാണുമെന്നും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.
എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വരാനുള്ളത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. എല്ലാം നിങ്ങൾ കുറേ പേര് ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും പാർട്ട് ടൈം ജോബ്സ് കണ്ടെത്താൻ പറ്റാത്ത ആളുകളെല്ലാം ഉണ്ട്. കാര്യം ആളുകൾ ഒരുപാട് കൂടുന്നുണ്ട്. അപ്പം എനിക്കറിയില്ല നിങ്ങളോട്, ഇനി ഈ ഒരു വർഷത്തെ കുട്ടികൾ പഠിച്ചിറങ്ങി പ്ലേസ്ഡ് ആയാൽ മാത്രമേ എനിക്കിനി നിങ്ങൾ വരാൻ, എനിക്ക് അങ്ങനെ ടീച്ചിങ്ങിനെ പറ്റി പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് വലിയൊരു റോങ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ അത് ഏത് വർഷമാണത് പബ്ലിഷ് ചെയ്തത് അത് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.